सुर में गाना सीखिए पाधानीसा ऐप के साथ। AI पावर्ड पर्सनल म्यूजिक टीचर फ्रॉम सारेगामा। ഇന്നും നിന്റെ യൗവനത്തിനേഴഴകേ ഇന്ദ്രനീല കല്ല് വെച്ച പൊന്മോതിരത്തിനും ഇന്ദിവരമിഴികൾക്കും നൂറഴകേ നൂറ് 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 ചിറകേ പ്രേമിച്ച പുരുഷനെ താപസിൽ നിന്നുണർത്തിയ കാമിനി മാർമണി മൗലേ താപസിൽ നിന്നുണർത്തിയ കാമിനി മാർമണി മൗലേ നിന്റെ കാമജപം കുലച്ചൊരു കങ്കേളി പുഷ്പശരം തൂവുമല്ലോ സ്വയം വരരാവിൽ പ്രിയൻ പൂവുമല്ലോ സ്വയം വരരാവിൽ അത് മാറിൽ കൊള്ളുന്ന നിമിഷം ഞാനടിമുടി പൂക്കുത്തും നിമിഷം അഭിനന്ദനം ആ നിമിഷത്തിൻ അഭിനന്ദനം ഇന്നും നിന്റെ യൗവനത്തിനേഴഴകേ ഇന്ദ്രനീല കല്ല് വെച്ച പൊന്മോതിരത്തിനും ഇന്ദിവരമിഴികൾക്കും നൂറഴകേ നൂറ് 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 ചിറകേ പൂവിനി പുതയ്ക്കുന്ന രോമാഞ്ച കഞ്ചുകത്തിൽ പൂണുനൂലിൻ കതിര് പോലെ പൂവിനി പുതയ്ക്കുന്ന രോമാഞ്ച കഞ്ചുകത്തിൽ പൂണുനൂലിൻ കതിര് പോലെ നാളെ നീ മയങ്ങും രാത്രിയിൽ നിൻ സീമന്തരേഖയിൽ തൂവുമല്ലോ മന്ദസ്മിത സിന്ദൂരം പ്രിയൻ തൂവുമല്ലോ മന്ദസ്മിത സിന്ദൂരം അത് ചാർത്തി തളിർക്കുന്ന നിമിഷം എൻ അനുഭൂതി വിടരുന്ന നിമിഷം അഭിനന്ദനം ആ നിമിഷത്തിൻ അഭിനന്ദനം ഇന്നു നിന്റെ യൗവനത്തിനേഴഴകേ ഇന്ദ്രനീല കല്ല് വെച്ച പൊന്മോതിരത്തിനും പൊന്നു പൂത്ത മാനത്ത് മുത്തുമെന്നൊരു ശ്രീകോവിൽ കോവിലിലെ ദേവർക്ക് കൊമ്പനാന വഴിപാട് ഒറ്റ കൊമ്പനാന വഴിപാട് പൊന്നു പൂത്ത മാനത്ത് മുത്തു
മനുഷ്യൻ കൊതിക്കുന്നു, ദൈവം വിധിക്കുന്നു. മനുഷ്യൻ കൊതിക്കുന്നു, ദൈവം വിധിക്കുന്നു. മനസ്സിന്റെ മാണിക്യ ശില്പങ്ങൾ തകരുന്നു, മധുരിക്കും സ്വപ്നങ്ങൾ മിഴിനീരിലലിയുന്നു. മനുഷ്യൻ കൊതിക്കുന്നു, ദൈവം വിധിക്കുന്നു. ഒരു പൂവ് കിട്ടുമ്പോൾ ഒരു പൂവനം വേണം, ഒരു പനി കിട്ടുമ്പോൾ ഒരു വസന്തം വേണം. ഒരു പൂവ് കിട്ടുമ്പോൾ ഒരു പൂവനം വേണം, ഒരു പനി കിട്ടുമ്പോൾ ഒരു വസന്തം വേണം. അഭിലാഷ പുഷ്പങ്ങൾ ആയിരം വിടരുന്നു, അഭിലാഷ പുഷ്പങ്ങൾ ആയിരം വിടരുന്നു. അവസാനം മരണത്തിൻ കൊടുങ്കാറ്റിൽ കൊഴിയുന്നു. മനുഷ്യൻ കൊതിക്കുന്നു, ദൈവം വിധിക്കുന്നു. കണ്ണുനീരൊപ്പുവാൻ സ്വർണ്ണത്തിനാകുമോ? കാഞ്ചനം ആത്മാവിൻ വേദന മാറ്റുമോ? നിന്നിനം വേർപ്പാക്കി നേടാത്ത നിധിയെല്ലാം നിൻ ജീവവേദിയിൽ ശാശ്വതമാകുമോ? മനുഷ്യൻ കൊതിക്കുന്നു, ദൈവം വിധിക്കുന്നു. ചന്ദ്രമദത്തിന്റെ ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖി, ചന്ദ്രമദത്തിന്റെ ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖി. അനുഗ്രഹിക്കാൻ നീ അരികത്തിരിക്കുമ്പോൾ, അനുഗ്രഹിക്കാൻ നീ അരികത്തിരിക്കുമ്പോൾ അകലെ വിഷാദങ്ങളകലെ. ചന്ദ്രമദത്തിന്റെ ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖി, ചാരുരൂപമുഖി, എന്റെ ചാരുരൂപമുഖി. വിടരും നിൻ അതരപുടത്തിലെ മന്ദഹാസം, ആത്മാവിൽ ഞാനതു വാരിയണിയുമ്പോൾ ആഹ്ലാദമെനിക്കെന്തോരാഹ്ലാദം. ചന്ദ്രമദത്തിന്റെ ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖി. സപ്തസ്വരങ്ങളിൽ ഒതുങ്ങുന്ന രാഗമായി, സരസിലലിയുന്ന ഹിമകണമായി, മോഹവും ദുഃഖവും പങ്കിടും നമ്മളുടെ ദാമ്പത്യമേത്രമേൽ അഭികാമ്യം. ചന്ദ്രമദത്തിൽ
പൂവിന്റെ ഗന്ധമാദനത്തിലെ ചാരുരൂപമുഖി. മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. ജനുവരി കുളിർ ചന്ദ്രിക മുകരും ജലതരംഗം നീ, ശിലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ. ജനുവരി കുളിർ ചന്ദ്രിക മുകരും ജലതരംഗം നീ, ശിലകൾ താനേ ശില്പമാകും സൗകുമാര്യം നീ. സ്വപ്ന സൗകുമാര്യം നീ. നിറയും എന്നിൽ നിറയും നിന്റെ നീഹാരാർദ്രമാമംഗരാഗം, അംഗരാഗം. മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. മദന നർത്തനശാലയിലുണരും മൃദുമൃദംഗം നീ, പ്രണയഭൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ. മദന നർത്തനശാലയിലുണരും മൃദുമൃദംഗം നീ, പ്രണയഭൃംഗം ചുണ്ടിൽ മുത്തും പാനപാത്രം നീ. പുഷ്പപാനപാത്രം നീ. അലിയും എന്നിലലിയും നിന്റെ അന്യാധീനമാമഭിനിവേശം, അഭിനിവേശം. മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ.
നാണിച്ചു. അവൾ ചെന്നു കടം മേടിച്ചു. അണ്ണിയും അണ്ണിയും പൊയ്കയിൽ പണ്ടോരരയെണ്ണമുണ്ടായിരുന്നു. ചിരിച്ചാൽ പുതിയൊരു ചിലമ്പുലി, ചിന്തയിലേതോ സംഘൊലി. ചിരിച്ചാൽ പുതിയൊരു ചിലമ്പുലി, ചിന്തയിലേതോ സംഘൊലി. മനസ്സിൽ ഈ മണിനാദമുയർത്തും മന്ത്രവാദിയാര്? രാഗം അനുരാഗം. മുട്ടിയുരുമ്മും നേരം നെഞ്ചൊരു പൂമഞ്ചം. ഈ മലരിൻ പേരെന്ത്, ഈ കുളിരിൻ പൊരുളെന്ത്? ഈ മലരിൻ പേരെന്ത്, ഈ കുളിരിൻ പൊരുളെന്ത്? നാളുകൾ പോലാലറിയും നവരാത്രികളാ കഥ പറയും. ചിരിച്ചാൽ പുതിയൊരു ചിലമ്പലി, ചിന്തയിലേതോ ശംഖുലി. മനസ്സിനെ മണിനാഥമുയർത്തും മന്ത്രവാദിയാരിൽ. രാഗം അനുരാഗം. ഉത്സവമേളം പൊങ്ങും ഭൂപാളം. നീളെ പുലരി പൂക്കൾ വിരിക്കും നീരാളം. ഈ പുതിയ കിനാവേത്, ഈ മധുര സ്വരമേത്? ഈ പുതിയ കിനാവേത്, ഈ മധുര സ്വരമേത്? പുതുപുലരികളാ കഥ പറയും. പുതുപുലരികളാ കഥ പറയും. ചിരിച്ചാൽ
കേട്ടാൽ പുതിയൊരു ചിലമ്പൊലി, ചിന്തയിലേതോ ശംഖൊലി, മനസ്സിൽ ഈ മണിനാദമുയർത്തും മന്ത്രവാദിയാര്? ഇരുത്തടി പ്രദേശ്, ഇതാണോ കൂലിക്ക് തരുന്ന ആൾക്കാരുടെ വീട്? കേട്ടോ, ഇതാണ് കൂലിക്ക് തരുന്ന ആൾക്കാരുടെ വീട്. എന്റെ അമ്മേ ചോദിച്ചപ്പോ തന്നെ കിട്ടി. അപ്പൊ ഇത് തന്നെയാ വീട്. ആരാ? ഞാനാ. നീയോ? അറിയോ? പറയടാ. ഒരാളെ ഒതുക്കി തരോ? കൊല്ലണോ തല്ലണോ വളർത്തണോ തളർത്തണം. അതിനിച്ചിരി പുളിക്കണം. കാശെടുക്കണ തെണ്ടി. അയ്യോ, എന്ത് പ്രായം വരും? 25 വയസ്സ്. തൂക്കം 58 കിലോ. ശരി. പുഷ്പ്. ഈ അടയാളങ്ങളുള്ള ആൾ നാളെ ചത്തിരിക്കും. അയ്യോ, അത് ഞാനാ. അത് നീയാണെന്നോ? അതെ. തട്ടണ്ടവനെ പറയടാ. അതെ, ഈ ചാർജൊക്കെ എങ്ങനെയാണ് നീറ്റാ? കൈകാല ആൾ രൂപം 25,000 രൂപ. ആൾ രൂപോ? കൈയും കാലും വെട്ടി ആളുടെ രൂപം മാറ്റിക്കളയും. പിന്നെ വേറെ ഏതാ ഉള്ളേ? പിന്നെ ചതക്കൽ ഒതുക്കൽ ചെത്തി മിനുക്കൽ 3000 രൂപ. പിന്നെ വേറെ ഏതാ? ഏഷണി ഭീഷണി ആക്രോശം ആട്ടകാസം. ഇതിനെത്ര ചേട്ടാ? ഇതൊന്നും കാശ് വാങ്ങാറില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ കൂടെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം ചേട്ടാ, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനാണ് ഇത് ഏൽപ്പിച്ചെന്ന് ആരും അറിയരുത്. എന്നാ ദൈവം തല്ലി തന്നെ ആകട്ടെ. ദൈവം തല്ല ഒരു മനുഷ്യനും അറിയില്ലടാ. ഇരുട്ടടി, അതാണ് ദൈവം തല്ലി. 500 രൂപ. വേറെന്താ ഉള്ളത്? പിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കൽ. അതെങ്ങനെയാണ്? നിന്റെ ശത്രുവിനെ ഒറ്റക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു 1.5 മണിക്കൂറോളം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അതിനെത്ര? വണ്ടിക്കാശ് മാത്രം മതിയടാ തെണ്ടി. അയ്യോ, ഈ കാര്യം സോൾവ് ചെയ്യാൻ ജംബുലിംഗം ജനാർദ്ദനെ അയക്കാം. ജംബുലിംഗം? ജംബുലിംഗം എന്റെ അമ്മേ, എന്തൊരു വലിയ തടിമാടൻ. പേടിയായിട്ട് പാടില്ല. ഇവൻ എന്തിനാ മിണ്ടണത്? ഒന്ന് നോക്കിയാ മതി, അവൻ മുള്ളിപ്പോകും. ചേട്ടന്റെ പേരെന്താ? ജംബുലിംഗം ജനാർദ്ദനൻ. എന്റെ അമ്മ, എന്റെ കാശ് പോയി. നമുക്ക് പോകാം. എന്താ ഇങ്ങനെ സംസാരിക്കണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കളിയാക്ക എന്ത് ചെയ്യും? അവൻ തലതല്ലിക്കറിയോടാ. അയ്യേ, ഇതാണ് ഗുണ്ട. ഇത് വേറെ ഉണ്ട. അതൊക്കെ പോട്ടെ, അവന് നീ എത്ര കാശ് തരാനുണ്ട്? അതെ, ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കാനുണ്ട്. ഒരു 300 രൂപ. ഇവിടെ ഇപ്പൊ എത്ര കാശ് തന്നെ? നീ 1000 രൂപ. എന്നാ പിന്നെ ആ കാശ് അവിടെ കൊണ്ട് കൊടുത്താ പോരെ? അല്ല, അത് ശരിയാവൂല. അവനിട്ട് 2 കുത്തൂത്തണം. അതിന് വേണ്ടിയാ. അവനിച്ചിരി ഉങ്കൂടല്ല. അത് വേണ്ടിയാ. ഞങ്ങൾ പോയി ചാകട വധൂരി. വാ കുണ്ടേ, വാ പോകാം. നടന്നോ ഞാൻ പുറഞ്ഞ വന്നെ. അതെ, അതെ, അവനുണ്ട്. കണ്ട, അവനെ കണ്ട? അവനാണ് ഞാൻ കാശ് കൊടുക്കാനുള്ളത്. എന്തിനാണ് കത്തി? അവന്റെ എന്തിനാ കുത്തോണ്ടി അവനെ? എന്താടാ എന്താടാ നീ ഇവന് ആജ്ഞ കൊടുക്കാനാ? നീ ആരടാ പോടാപ്പ? നീ ഇവന് ആജ്ഞ കൊടുക്കാൻ? അവന് ഞാൻ കൊടുക്കാം. അവന് 300 ഇങ്ങോട്ട് തരണ്ട്. പോടാ. നീ അവന് ആജ്ഞ കൊടുക്കാനാ? കാശ് കൊടുക്കാൻ ദിവസം ഞാൻ കൊടുക്കൂല. എന്തിനാണ് ഞങ്ങൾ കൊടുത്തേക്കടാ? ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞില്ലേ? നീ കൊടുത്തില്ലെങ്കിൽ അവൻ എന്ന് മേടിക്കും. അതാണ് ഇപ്പോഴത്തെ കണ്ണീര്. എനിക്കറിയാൻ പാടില്ല. അടാ, അപ്പൊ നീ തല്ലിക്കാൻ കൊണ്ടുവന്നേക്കാണ്? അതേടാ. അത് ചേടാ, പോടാ പൊക്കോടാ, പോടാ പോടാ പോടാ. ഇത് ഗുണ്ടേട്ട ഗുണ്ട. അങ്ങോട്ട് വാടങ്ങാട്. ഞാൻ പറഞ്ഞു വന്നാ ചുമ്മാ വന്നാ ഗുണ്ട്. തല്ലടവിന് നമുക്ക് ഇവിടെ ഞെട്ടിവിടാൻ നോക്കാം. ശരിയാവൂല, തല്ലടാ. എടാ ഗുണ്ട, ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട കാശുണ്ടല്ല, ഇവനെല്ലാം അവിടെ നക്കി തിന്നതാണ്. ഇപ്പൊ എന്റെ മൈൻഡിൽ ഇവനൊന്നും. പോടാപ്പ. കട്ടൻ ചായയ്ക്ക് തുട്ടില്ലാതെയാ തട്ട് കടയുടെ ഫ്രണ്ടില് നൊട്ടി നുണഞ്ഞു ഞാൻ നിൽക്കുമ്പോൾ എന്നെ കണ്ട മട്ടില്ല പുഷ്കരൻ. കട്ടൻ ചായയ്ക്ക് തുട്ടില്ലാതെയാ തട്ട് കടയുടെ ഫ്രണ്ടില് നൊട്ടി നുണഞ്ഞു ഞാൻ നിൽക്കുമ്പോൾ എന്നെ കണ്ട മട്ടില്ല പുഷ്കരൻ. കട്ടൻ ചായയും മുട്ടൻ ബോണ്ടയും വെട്ടി വിഴുങ്ങണ കണ്ടപ്പോൾ വയറിനകത്തൊരു കിളി പറക്കണ പടപടാ ശബ്ദം കേൾക്കണ്. പണ്ട് ഗൾഫിന്ന് ലീവിൽ വന്നു ഞാൻ ചെത്തി നടന്നൊരു കാലത്ത് ചെറുപ്പ് ബീഡിക്ക് കാശില്ലാതവൻ കറങ്ങി നടന്നതു മറന്നുപോയി. പച്ചനോട്ടുകൾ കെട്ടുപൊട്ടിച്ച് അടിച്ചു പൊളിച്ചെന്ന് നടന്നതും നക്കി തിന്നവൻ ചീർത്തു വീർത്തതും പെട്ടെന്നങ്ങു മറന്നുപോയി. ഗതികേടുകൊണ്ടെന്റെ പണിയും പോയി വെറും കൈയുമായി നാട്ടിലെത്തി ഞാൻ. നാട്ടിലൊരുത്തനും തിരിഞ്ഞു നോക്കില്ല. ഗൾഫുകാരിതു പഠിക്കണേ.
പൊന്ന